ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ചേമ്പിൻ്റെ ചീര. ചേമ്പ് ചീര എന്നതിന് പറയുന്നത്. ഇത് വീട്ടിൽ തന്നെ വളർത്തിയെടുത്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തോരൻ ഉണ്ടാക്കിയാൽ. ഇത് പെട്ടെന്ന് പിടിക്കും, അധികം സമയമൊന്നും വേണ്ടത്, വേഗം വേഗം ഉണ്ടാവുന്നൊരു ഇതാണ്. അടിയിൽ നിന്ന് ഇഷ്ടം പോലെ ഇങ്ങനെ കായ് ഇത് വരും, അതിൻ്റെ മുളയൊക്കെ വന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഇതാ ഒരു 4 ഇല ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് എടുക്കുകയാണ്. നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് ഞാനിതാ പറിച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ തണ്ട് ഞാൻ വേറെ തന്നെ എടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വേറെ തന്നെ എടുത്തത്. ഇത് കൊത്തി അരിഞ്ഞ് ചെറുതാക്കി എടുക്കണം. അപ്പോൾ രണ്ടും വേറെ വേറെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല വേറെയും അതിൻ്റെ തണ്ട്, ചീരേൻ്റെ തണ്ട് വേറെ. അത് പരിപ്പിലിട്ടിട്ടൊക്കെ കറി വെക്കാൻ പറ്റുന്നതാണ്. തണ്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി. എൻ്റെ അടുത്ത് ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ വലിയ ഉള്ളിയാണ് എടുത്ത്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. കറക്കിയെടുത്തത് ഞാനിപ്പോൾ ഇതാ ഇലയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, പിന്നെ വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ല, അപ്പോൾ ഞാനത് ഇടുന്നില്ല. പക്ഷേ ചീരത്തോരനൊന്നും കറിവേപ്പിലേൻ്റെ ആവശ്യമില്ല. ഇലയുടെ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലയുടെ ആവശ്യമില്ല. ഇപ്പം ഞാൻ അതിൻ്റെ തണ്ട് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. കാരണം തണ്ടിന് കുറച്ചൊരു വേവ് ഉണ്ടാവും. ഒരുപാടൊന്നുമില്ല, ഒന്ന് ഇലേനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ അതൊന്ന് തണ്ടിട്ടിട്ട് ഇളക്കി ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് 2 സെക്കൻഡ് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കേ. ആദ്യം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആ സമയത്ത് ഇല്ലെങ്കിൽ ഒന്നിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ആ തണ്ടിടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ ഇലയും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് ചൊറിയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വിചാരിക്കും ഇങ്ങനത്തെ ചെയ്യുമ്പോഴൊക്കെ ചൊറിയുന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്കും ആദ്യം പേടിയായിരുന്നു, എനിക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നതിന് ശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് തോരൻ വെച്ചു. ഇത് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പരിപ്പിലിട്ടിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ കൊഴുപ്പൊന്നുമുള്ള സാധനമല്ല അത്. നമ്മൾ സാധാരണ മുരിങ്ങയുടെ ഇല അങ്ങനെയൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതൊന്നുകൂടി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. 2 സെക്കൻഡ് ഇതൊന്നുകൂടി അടച്ച് കണ്ടോ. അപ്പം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് ചേമ്പിൻ്റെ ഇലയുടെ തോരൻ വെക്കുന്നത്. ഇത് ചീരച്ചേമ്പ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. അപ്പോൾ ചീരച്ചേമ്പാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കേ, അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ.